ഒരിറ്റ് കണ്ണീർ പൊഴിക്കാതെ മലപ്പുറം പറപ്പൂർ സ്വദേശി സൽമൻ തസ്നിയുടെയും കുടുംബത്തിൻ്റെയും കഥ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. മാനസിക വെല്ലുവിളിക്കൊപ്പം ശാരീരിക പ്രതിസന്ധികളും വില്ലനായിട്ടെത്തുമ്പോൾ ദുരന്ത ജീവിതത്തിൽ നിന്ന് കരകയറാനാകുമെന്ന സൽമൻ തസ്നിയുടെ പ്രതീക്ഷകൾക്കും മങ്ങലേൽക്കുന്നു. 28-കാരുടെ കണ്ണീരിന് മുമ്പിൽ കുടുംബത്തിന് പറയാനുള്ളതെല്ലാം നിങ്ങളൊന്ന് കേട്ടേ പറ്റൂ. പത്ത് 11 വയസ്സിൻ്റെ ദിവസമാണ് ഇവിടെ ഇങ്ങനെ തടി കൂടലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ ഈ വീഴ്ചയും കൂടി ആയപ്പോൾ തന്നെ കുട്ടി പറ്റ ഇരിപ്പിൽ തന്നെ ആയി. സ്കൂൾ മദ്രസയിലൊക്കെ ഒരു 6ാം ക്ലാസ് വരെ പോയിരുന്നു. ജന്മന മാനസിക വൈകല്യമുണ്ട്. എന്നാൽ പ്രയാസത്തിലാക്കിയത് വൈകല്യമല്ല. 11ാം വയസ്സിൽ കാലു തെന്നി വീണതാണ്. അധികം താമസിയാതെ പിന്നീടുള്ള ജീവിതം വീൽ ചെയറിലായി. എല്ല് പൊടിയുന്ന അസുഖത്തിനൊപ്പം അസാധാരണമായ വണ്ണവും ഈ 28-കാരിയെ ആകെ തളർത്തി. അവളെ കാര്യങ്ങളൊന്നും ചെയ്യാൻ അവളെ കൊണ്ട് കഴിയാനില്ല. ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. പരിചരണത്തിനായി ആശുപത്രിയിൽ പോകുന്ന കാര്യവും അത്ര എളുപ്പമല്ല ഈ കുടുംബത്തിന്. വീൽ ചെയർ താങ്ങിപ്പിടിച്ചു വേണം ഈ കുത്തനെയുള്ള കയറ്റവും സ്റ്റെപ്പുകളും മറികടക്കാൻ. നല്ല റോഡാക്കി മാറ്റണമെന്നുണ്ട്. കുടുംബത്തിന്റെ ഏക അത്താണിയായ പിതാവ് കൂലിപ്പണിക്കാരൻ മുഹമ്മദിന് അതിന് കഴിയുന്നില്ല. ജോലിക്കിടെ അപകടം പറ്റി മുഹമ്മദിന്റെ കയ്യിന് ക്ഷതമേറ്റു. ഇതോടെ ഭാരിച്ച ജോലി ചെയ്യാനാവാത്ത സ്ഥിതിയാണ്. 2018 മണ്ണിടിഞ്ഞ് ഉള്ള വീട് തകർന്നു. സുമനസ്സുകൾ സഹായിച്ചാണ് പണി പൂർത്തിയാകാത്ത ഈ വീടെങ്കിലും ഒരുങ്ങിയത്. ഉമ്മയാണ് സൽമത്ത് തസ്നിയുടെ മുഴുവൻ കാര്യവും നോക്കുന്നത്. ഉമ്മാക്കൊന്ന് തിരിയണമെങ്കിൽ പിതാവ് അരികിൽ വേണം. ഇങ്ങനത്തെ ഇതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതുമല്ല. നമ്മൾ മനസ്സിനെ അനുവദിക്കുന്നില്ല. പക്ഷെ ഈ കുട്ടികൾ ഞാൻ കടക്കാനായി മരണപ്പെടുമെന്നുള്ളൊരു വേദന. കുട്ടി ഇങ്ങനെ ഭാവിക്ക് നോക്കുമ്പോൾ ഇത് കാണുന്നില്ല. മകളാണ് മുഹമ്മദിന് ജീവൻ. മകളെ നോക്കണം, കടങ്ങൾ വീട്ടണം. അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കുന്നില്ല. സുമനസ്സുകൾ കനിയണം, ചേർത്ത് പിടിക്കണം ഈ കുടുംബത്തിന്. 24 മലപ്പുറം.